ശ്രീ എളമരം കരീമും ശ്രീ മുഹമ്മദ് റിയാസും തമ്മിൽ പ്രകൃതി വിരുദ്ധ ബന്ധമാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് രാജൻ. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ള എഫ്ഐആർ ഇട്ടിട്ടുള്ള കേസ് ശ്രീമതി പി ദിവ്യ ഈ രാജനും സ്ഥിതിക്കുമെതിരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ഈ CPM-ന്റെ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തിന് എന്താണ് സൈബർ സഹാക്കൾക്ക് ഈ വിഷയത്തിൽ നിലപാട് എന്ന് വ്യക്തമാക്കണം. വലിയ സംതൃപ്തിയും സന്തോഷവും ഉണ്ട്. അതിൽ ഫെനി നായൻ ഉൾപ്പെടെയുള്ളവർ അയാളെ തല്ലി എന്നൊക്കെയുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് ജീവിക്കുന്നവർ അർഹിക്കുന്ന നിലപാടുകൾ പൊതുസമൂഹവും അത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരെ ബാധിക്കുന്നോ അവരും ഉറപ്പായിട്ടും സ്വീകരിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. വിവാദ യൂട്യൂബറും ഓൺലൈൻ മാധ്യമ പ്രവർത്തകനുമായ രാജൻ ജോസഫ് അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊഴുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപറ്റം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സ്റ്റേഷനിൽ ആക്രമിക്കുവാൻ ശ്രമിച്ചു എന്ന ആരോപണം പോലും രാജൻ ജോസഫ് പങ്കുവച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജൻ ജോസഫ് അറസ്റ്റിലായ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ നമുക്കൊപ്പം ചേരുന്നത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവും രാജൻ ജോസഫിനെതിരെ പരാതി കൊടുത്തയാളുമായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ ശ്രീനാദേവി കുഞ്ഞമ്മയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, നമസ്കാരം. കേരള സ്പീക്സിൽ നിന്ന് തോമസ് ആണ്. രാജൻ ജോസഫിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിപ്പുകയാണ്. ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്നും അവിടെ DYFIക്കാരുടെ ജില്ലാ സമ്മേളനമല്ലായിരുന്നുവെങ്കിൽ കളി വേറൊന്നായനെയല്ല എന്നല്ല അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തു വന്നതിന് ശേഷം വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. രാജൻ ജോസഫിനെ ലോക്കപ്പിൽ കണ്ടതുമായി ബന്ധപ്പെട്ട് താങ്കളും ഒരു ഫേസ്ബുക്ക് കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. പരാതിക്കാരി എന്ന നിലയിൽ എന്തായിരുന്നു രാജൻ ജോസഫിനെ ലോക്കപ്പിനുള്ളിൽ കണ്ടപ്പോൾ താങ്കളുടെ ഒരു മനോവികാരം? വലിയ സന്തോഷം ഉണ്ടായിരുന്നു. 2025 സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ ഇന്നലെ വരെ എനിക്കെതിരെ അയാൾ ചെയ്തിട്ടുള്ള ഒരു ലേഡിക്കും ഒരു സ്ത്രീക്കുമെതിരെ ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത തരത്തിലുള്ള വീഡിയോസ് നിരന്തരമായി അസത്യം പറഞ്ഞുകൊണ്ട് ഏറെ ആഭാസകരമായിട്ടുള്ള പ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് ഇത്രയും മാസക്കാലം, ഏതാണ്ട് 10 മാസത്തിലധികം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർ കാണുമ്പോൾ വ്യക്തിപരമായി നമുക്കുണ്ടാവുന്ന വിഷമങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അപ്പുറത്തേക്ക് ഒരിക്കലും ഒരു സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ ഒരു യൂട്യൂബർ തയ്യാറാകരുത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊരു നിയമപരമായിട്ടുള്ളൊരു ഫൈറ്റ് ആയിരുന്നു ഇത്രയും കാലവും. പക്ഷെ ഇത്രയും നാളും ഇടതുപക്ഷത്തിന്റെ ഒരു തണലിൽ നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യൂട്യൂബർ രാജനെതിരെ ഒരു തരത്തിലുള്ള ഒരു കേസ്, ഇത്തരത്തിൽ അയാൾ ചെയ്ത ക്രൈം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ കേസെടുത്തു, അയാളെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അയാളെ ലോക്കലിൽ കണ്ടപ്പോ വലിയ ആത്മസംതൃപ്തി തോന്നി. തെറ്റുകാരന് നിയമത്തിന്റെ ആ കൂട്ടിനകത്ത് ചെയ്ത തെറ്റ് എന്താണെന്നുള്ള ബോധ്യം ഉണ്ടാകില്ല അയാൾക്കെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. എന്നിരുന്നാലും ചെയ്ത തെറ്റനുസരിച്ച് എത്തേണ്ട സ്ഥലത്തെത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. താങ്കളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നിയോ? അയാളാകെ അസ്വസ്ഥനായിരുന്നു. അയാൾക്ക് വലിയ അപമാനം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ മുഖത്ത് നോക്കാനായിട്ട് വലിയ അസ്വസ്ഥനായിട്ടും തോൽവി സംഭവിച്ച ഒരാളുടെ കൂട്ടും അവിടെ ഇരിക്കുന്നതായിട്ടൊക്കെ ഭാവിച്ചു. എന്നിരുന്നാലും അയാളുടെ ഒരു ശൈലിക്കോ അയാളുടെ ആ നിലവാരമില്ലായ്മയ്ക്കോ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് അന്ന് ജാമ്യം കിട്ടിയ ദിവസം രാത്രി ചെയ്ത വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കി. അന്ന് പക്ഷെ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് വളരെ മാന്യമായിട്ടും അയാളുടെ നാവിന് വഴങ്ങാത്ത ഏറ്റവും മാന്യമായ ഭാഷയും ഒക്കെയാണ് അയാൾ ഉപയോഗിച്ചത്. ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു, ഞാൻ നിന്റെ ചോദ്യം എനിക്ക് വേണ്ടെന്നോ എന്നൊരു മറുപടി ഞാൻ പറഞ്ഞു എന്നൊക്കെ അയാൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. നിന്റെ എന്ന് എന്നെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടില്ല. പക്ഷേ അവിടെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം, ഒറ്റ ചോദ്യം ഒന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, അദ്ദേഹം പങ്കുവച്ച താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ വീഡിയോയിൽ നിന്റെ സുഖം എനിക്ക് വേണ്ട എന്നൊരു രീതിയിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം ലോക്കപ്പിനുള്ളിൽ ഇരുന്നു കൊണ്ട് പോലും താങ്കളോട് നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെ, അത് അമ്മ, സഹോദരി എന്നിവർക്കെതിരെ വരെ അവിഹിത കഥകൾ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്താൽ വരുമാനം ഉണ്ടാകും എന്ന് കരുതി അത്തരത്തിൽ വീഡിയോ ചെയ്ത സംസ്കാരമുള്ള, അങ്ങനെ ലഭിക്കുന്ന പണം സ്വന്തം അമ്മയ്ക്ക് എതിരെ അവിഹിത വീഡിയോ ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ആഹാരം കഴിക്കുന്ന ആ നാവിൽ നിന്ന് മര്യാദയുള്ള ഒരു വർത്തമാനം ഈ ലോകത്തെ മറ്റൊരു സ്ത്രീയോ മറ്റൊരു പെൺകുട്ടിയോ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് ഏറ്റവും സത്യസന്ധമായ ഒരു വസ്തുതയാണ്. ആ വസ്തുതയെ ഞാനും അംഗീകരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിൽ അയാൾ എന്റെ മുഖത്ത് നോക്കി എന്നെ ശ്രീന എന്നുള്ള പേര് തന്നെയാണ് അയാൾ ഉച്ചരിച്ചത്. അതല്ല
അല്ലാതെ നീ എന്നോ നിന്റെ എന്നോ ഉള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിരുന്നെങ്കിൽ, മുഖാമുഖം നോക്കി എന്തെങ്കിലും ഒരു വാക്ക് അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പ്രതികരണം ആ സമയത്ത് തന്നെ അയാൾക്ക് എന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചാൽ. മറ്റൊരു കൗതുകകരമായ വസ്തുത, അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്, അല്ലെങ്കിൽ അയാൾ ആ വീഡിയോയിൽ പറയുന്നത്, ഞാനിങ്ങനെ എനിക്ക് നേരെ ഒരു ആക്രമണത്തിന് അടുത്തെത്തിയ ആൾക്കൂട്ടത്തിൽ നിന്ന് എനിക്ക് കാണണം എന്ന് പറയുന്ന ഒരു സ്ത്രീ ശബ്ദം ഉയർന്നു കേട്ടു. ഞാൻ ധരിച്ചു എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എത്തിയതാണോ എന്ന് ധരിച്ചു എന്നും പറയുന്നുണ്ട്. അതായത് അവിടെ ഒരു ധ്വനി എന്ന് പറയുന്നത് താങ്കൾ സംഘം ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകരെയുമായി അവിടെ എത്തി ആക്രമിക്കുവാൻ മുതിർന്നു എന്നൊരു പ്രയോഗമുണ്ട്. രണ്ടാമത്, താങ്കളുടെ സഹോദരൻ ആണ് അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നൊരു ആരോപണവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? നിലവിൽ എന്റെ സഹോദരന്മാരായിട്ടുള്ള പലരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹോദരൻ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആള് എന്തായാലും സ്ഥലത്തില്ല. നാട്ടിലില്ലാത്ത ആൾക്ക് അവിടെ വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി. അപ്പോൾ താങ്കളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് പങ്കുവെക്കുകയും അതുമായി ബന്ധപ്പെട്ടും താങ്കൾ വ്യക്തിപരമായും നിരവധി കേസുകൾ കൊടുത്തിരുന്നു. അതിലേതെങ്കിലും ഒരു കേസിൻ്റെ പുനരന്വേഷണത്തിലാണോ ഇപ്പോൾ പിടിയിലായത്, അതോ പുതിയൊരു കേസാണോ? ഞാൻ അവസാനം ചെയ്തിട്ടുള്ള 1-2 വീഡിയോസിനെതിരെ പരാതി കൊടുത്തിരുന്നില്ല. കാരണം പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയാമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അയാൾ അനാവശ്യമായി എനിക്കെതിരെ വീഡിയോ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് കൊടുത്തിട്ടുള്ള വീഡിയോസിനെതിരെയാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനം പരാതി കൊടുത്തത്. ആ പരാതി എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്? ജൂൺ മാസം ആദ്യത്തെ ആഴ്ചയാണ് കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇയാൾ ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോയ ഇയാളെ പിന്നീട് 10-20 ദിവസം ഇയാൾ ഒളിവിലായിരുന്നു. ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പോലീസ് എന്നെ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും അയാൾ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അന്ന് വൈകുന്നേരം തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ഇവിടെ വളരെ ഗുരുതരമായ ഒരു ഇരവാദം രാജൻ ജോസഫും അദ്ദേഹം വീഡിയോകൾ ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയും ഒരുമിച്ചായിരുന്നല്ലോ ജാമ്യം ലഭിച്ചതിന് ശേഷം ഒരു വീഡിയോ ചെയ്തത്. അവിടെ അവരൊരു ഇരവാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. 2 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്, മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മക്കളെ തീർത്തു കളയും എന്നെല്ലാം വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന്, മെറിറ്റിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് എന്ന് കരുതുന്നുണ്ടോ? വലിയ തട്ടിപ്പുകാരനായിട്ടുള്ള കള്ളപ്പണ ഇടപാടുകളും വള്ളപ്പണ കേസും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള സിബി എന്ന് പറയുന്ന അവതാരകൻ സ്വന്തം മക്കളെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെ നാടകീയമായ രോഷപ്രകടനമാണ് അവിടെ നടത്തുന്നത്. ആ നാടകീയമായ രോഷപ്രകടനം നടത്തുമ്പോൾ അതിൽ വാസ്തവമോ സത്യസന്ധയോ സ്വന്തം മക്കളോട് 1% പോലും മാനസികമായ കമ്മിറ്റ്മെന്റോ ഉള്ള ഒരു വ്യക്തിക്ക് അയാളെ പോലും തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നിരുന്നാലും അയാൾ സ്വന്തം മക്കളെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ മറ്റു പലരുടെയും മക്കളെ കുറിച്ചാണ് ഇത്തരത്തിൽ അനാവശ്യം പറഞ്ഞ് വീഡിയോ ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നത് എന്ന് അയാൾ ഓർക്കുന്നത് നന്നായിരിക്കും. പിന്നെ അയാളെ പിന്തുണയ്ക്കുന്ന CPM-കാരോട്, CPM-ന്റെ സൈബർ സഖാക്കളോട്, CPM-ന്റെ ചില അവിടെ രാജന് ജാമ്യം എടുക്കാൻ വേണ്ടി CPM-ന്റെ ഒരു അടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഒരു വേണുവും ഒരു താജുദ്ദീനുമാണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ CPM-ന്റെ അത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവർ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശ്രീ എളമരം കരീമും ശ്രീ മുഹമ്മദ് റിയാസും തമ്മിൽ പ്രകൃതി വിരുദ്ധ ബന്ധമാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് രാജൻ. ശ്രീമതി PP ദിവ്യയ്ക്ക് അവിഹിത ബന്ധങ്ങളാണെന്നും പരപുരുഷ ബന്ധമാണെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ള FIR ഇട്ടിട്ടുള്ള കേസ് ശ്രീമതി PP ദിവ്യ ഈ രാജനും സ്ഥിതിക്കുമെതിരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ഈ CPM-ന്റെ സംസ്ഥാന പ്രാദേശിക നേതൃത്വത്തിന് എന്താണ് സൈബർ സഖാക്കൾക്ക് ഈ വിഷയത്തിൽ നിലപാട് എന്ന് വ്യക്തമാക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ രാജൻ പറയുന്ന എല്ലാം ശരിയാണ്, രാജനെ പൂർണ്ണമായി പിന്തുണച്ചു കൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ PP ദിവ്യക്കെതിരെ പറഞ്ഞതിലും ഈ പറഞ്ഞ മുഹമ്മദ് റിയാസും എളമരം കരീമും തമ്മിലുള്ള ബന്ധം പ്രകൃതി വിരുദ്ധ ബന്ധമാണ് എന്ന് പറയുന്നതും ശരിവെക്കുന്നു എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവസാനമായി ഒറ്റ കാര്യം കൂടി, കാണണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരു കാഴ്ച കണ്ടതിലെ സംതൃപ്തി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വലിയ സംതൃപ്തിയും സന്തോഷവും ഉണ്ട്. അതിൽ ഫെനി നായൻ ഉൾപ്പെടെയുള്ളവർ അയാളെ തല്ലി എന്നൊക്കെയുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് ജീവിക്കുന്നവർ അർഹിക്കുന്ന നിലപാടുകൾ പൊതുസമൂഹവും അത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരെ ബാധിക്കുന്നോ അവരും ഉറപ്പായിട്ടും സ്വീകരിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. നിയമം കരുത്തിട്ട രീതിയിൽ ഒരു വ്യക്തി അർഹിക്കുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഈ സൈബർ ലോസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും കുറച്ചുകൂടെ മെച്ചപ്പെടുകയും ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു കമന്റ് ഇട്ടതിനോ ഒരു വാചകം പറഞ്ഞതിനോ അല്ല ഞാൻ പരാതി കൊടുത്തത്. 15-20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്താൽ
അത്രയും നേരം നമ്മളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്, സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട്, ഓരോ സമൂഹത്തിൽ നമ്മൾ പരസ്യമായിട്ട് ഉപയോഗിക്കാത്ത എല്ലാ ആഭാസ വാക്കുകളും, ഉപയോഗിക്കാൻ പാടില്ലാത്ത എല്ലാ ആഭാസ വാക്കുകളും, എല്ലാ അസഭ്യ പ്രയോഗങ്ങളും, ഒരു സ്ത്രീയെ മോശമായി ചിത്രീകരിക്കുവാൻ ഏതൊക്കെ പദാവലികൾ ഉപയോഗിക്കാൻ സാധിക്കുമോ ആ പദങ്ങളെല്ലാം വ്യക്തമായി എന്നെ പ്രയോഗിക്കുകയും എന്റെ പേരും എന്റെ ചിത്രവും പൂർണ്ണമായി ഉപയോഗിക്കുകയും ഇതാണ് ശ്രീനാദേവി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചിത്രം കാണിക്കുകയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ ആ ഉപയോഗിച്ച അശ്ലീലമായ പദപ്രയോഗങ്ങൾ ആവർത്തിക്കുകയും അസഭ്യം എഴുതി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത് 1-2 വീഡിയോസ് അല്ല 25ഓളം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരക്കാർ അർഹിക്കുന്ന കടുത്ത നിയമ നടപടികൾ, നിയമ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ശക്തിപ്പെടണമെന്നും നിയമ സംവിധാനങ്ങളിലൂടെ, നിയമ നടപടികളിലൂടെ നമുക്ക് നേടാൻ സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാവുമ്പോൾ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളും പ്രതികരണങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇനിയും നിയമപരമായി മുമ്പോട്ട് പോകുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും തിരക്കിനിടയിൽ ഞങ്ങൾക്കൊപ്പം ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഏറെ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നേരിട്ടുള്ള പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.